നമസ്കാരം. 18 സിദ്ധന്മാരിൽ പ്രമുഖനും കൊങ്കുമണ്ഡലത്തിൽ ജീവിച്ചതായി കണക്കാക്കുന്ന സിദ്ധന്മാരുടെ പട്ടികയിൽപ്പെടുന്നതും ശിവഭഗവാനെ പോലും നടുക്കാൻ തക്ക പ്രാപ്തിയും ഭക്തിയും കൈവശമായിട്ടുള്ള കരുവൂരാർ സിദ്ധരെ പറ്റി മനസ്സിലാക്കാം. കരുവൂരാർ സിദ്ധരുടെ ജന്മസ്ഥലം തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ കരൂർ എന്ന കരുവൂർ. കൊങ്കുമണ്ഡലത്തിൽ കരുവൂരിൽ പിറന്നതിനാൽ അദ്ദേഹം കരുവൂരാർ എന്നറിയപ്പെട്ടതായി കൊങ്കുമണ്ഡല ശതകം എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. കരുവൂരാർ സ്ഥലപുരാണത്തിൽ ഇദ്ദേഹത്തെ അഗസ്ത്യരോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇതുവരെ 82 അഗസ്ത്യർമാർ പല കാലങ്ങളിലായി ഇവിടെ ജീവിച്ചിരുന്നതായി പരാമർശമുള്ളതിനാൽ കരുവൂരാർ സിദ്ധർ പിറന്ന കാലം കണക്കുകൂട്ടുക എളുപ്പമല്ല. എന്നിരുന്നാലും ഇദ്ദേഹം ജീവിച്ച കാലം കിപി 10-ാം നൂറ്റാണ്ട് എന്നാണ് അനുമാനം. 9ാം തിരുമുറയായ തിരുവിസപ്പെ പാടിയ 9 പേരിൽ കരുവൂരാർ തേവരും ഒരാൾ. കരുവൂരാർ സിദ്ധർ ഒരു ചിത്തിരമാസം അത്തം നക്ഷത്രത്തിൽ ദൈവിക ശിലകൾ നിർമ്മിക്കുന്ന മൂശാരി കുടുംബത്തിൽ പിറന്നതായും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കോവിലുകളിൽ പഞ്ചലോഹ ദൈവിക വിഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതായും അഗസ്ത്യർ 12,000 എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. അവർ തികഞ്ഞ ശിവഭക്തർ. ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ശിവഭക്തർക്കും മുനിമാർക്കും സിദ്ധന്മാർക്കും വേണ്ട സഹായങ്ങൾ തങ്ങളാലാവും വിധം ചെയ്തു വന്നിരുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ചെറുപ്രായത്തിലെ യോഗികളോടും ജ്ഞാനികളോടും ഇടപഴകാൻ അവസരം കിട്ടിയതിനാൽ കരുവൂരാർ സിദ്ധവൃത്തിയിലേക്ക് തിരിയാൻ കാരണമായി എന്നതാണ് കുറിപ്പ്. വേറൊരു പുരാണ പ്രകാരം കരുവൂരാർ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നയാൾ. ചെറുപ്രായത്തിലെ വേദ ആഗമമുറകൾ പഠിച്ച് പല ആത്മീയ പുസ്തകങ്ങളും ഗവേഷണം ചെയ്ത് ജ്ഞാനം സിദ്ധിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് അദ്ദേഹം ഭോഗർ സിദ്ധരെ പോയി കണ്ടു. ഭോഗർ സിദ്ധർ കരുവൂരാരിലുള്ള ജ്ഞാനം നേടാനുള്ള ത്വര മനസ്സിലാക്കി അദ്ദേഹത്തിന് ഭുവനേശ്വരിയുടെ പ്രാർത്ഥനാ മുറകളും പൂജാവിധികളും പഠിപ്പിച്ച് ശിഷ്യനായി ഏറ്റെടുത്തു. കരുവൂരാർ ഗുരുവിനോടൊപ്പവും അല്ലാതെയും യാത്ര ചെയ്ത് തിരുക്കുറ്റാലമലയിലും പൊതികമലയിലും അഗസ്ത്യരെ സന്ധിച്ച് പല സിദ്ധികളും കൈവരിച്ചു. കൊങ്കുനാട്, വടനാട്, തൊണ്ടേനാട്, നടുനാട് തുടങ്ങിയ ഇടങ്ങളെ ദർശിച്ചു വരുന്ന വഴിയിൽ തെൻപാണ്ഡ്യ നാട്ടിൽ തിരുവിടമരുതൂർ ചെന്ന് ശിവഭഗവാനിൽ നിന്നും തിരുവടി ദീക്ഷ സ്വീകരിച്ചു. ജ്ഞാനയോഗങ്ങളും രസവിദ്യയും വൈദ്യമുറകളും കായകൽപ്പമുറകളും യോഗസൂത്രങ്ങളും സിദ്ധിച്ച കരുവൂരാർ ഒരൽപ്പം ദേഷ്യക്കാരനും അദ്ദേഹം വിളിച്ചാൽ ഉടനടി ദൈവങ്ങൾ ഉത്തരം കൊടുക്കാനുള്ള സിദ്ധിയും ലഭിച്ചയാൾ. കരുവൂരാർ വശ്യം, ഉച്ചാടനം, മോഹനം എന്നിങ്ങനെയുള്ള അഷ്ടകർമ്മങ്ങൾ വശമാക്കിയ സിദ്ധർ. താമരക്കായ് മാലയണിഞ്ഞ് ആൽമരപ്പലകിയിൽ പുലിത്തോലാസനം വിരിച്ച് തെൻപടിഞ്ഞാറ് ദിശയിലിരുന്ന് സ്തംഭനമന്ത്രങ്ങൾ ഉരുവിടുന്ന വിദ്യ ചെറുപ്രായത്തിലെ അദ്ദേഹം വശമാക്കിയിരുന്നു. കാർത്തിക മാസം തിങ്കളാഴ്ച മകീരം പുണർന്ന നക്ഷത്രങ്ങളിൽ ആരംഭിച്ച് വേപ്പുമരത്തിന്റെ തുളിരില 27 നാൾ ഭക്ഷിച്ചാൽ പാമ്പ് കടിച്ചാലും വിഷമേൽക്കില്ല. 1 മാസം കഴിച്ചാൽ കുഷ്ഠരോഗവും മാറും. നീളിൽ ഉണക്കിപ്പൊടിച്ച വേപ്പിൻ തുളിരില 3 വിരലിൽ എടുക്കും അളവ് തേനിൽ കുഴച്ച് ദിവസവും കഴിച്ചാൽ നരയും തിമിരവും മാറും എന്നെല്ലാം വേപ്പില മരുന്നിനെ കുറിച്ച് അദ്ദേഹം തന്റെ പുസ്തകങ്ങളിൽ വിവരിക്കുന്നുണ്ട്. കരുവൂരാർ വാദകാവ്യം, വൈദ്യം 500, യോഗജ്ഞാനം 500, ഗുരുനൂൽ സൂത്രം, പൂർണ്ണജ്ഞാനം, പൂജാവിധി, ഗർഭവിധി, മെയ്ച്ചുരുക്കം, ശിവജ്ഞാന ബോധം, മൂപ്പുസൂത്രം എന്നിങ്ങനെ 11 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കരുവൂരാർ സിദ്ധർ താൻ ഗ്രഹിച്ച മന്ത്രങ്ങൾ അത്രയും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഉപയോഗിച്ചു. പല ക്ഷേത്രങ്ങളിലെയും ശിവലിംഗങ്ങൾ രസവിദ്യയാൽ തങ്കമാക്കി ശൈവഭക്തി ജനങ്ങൾക്കിടയിൽ വളർത്തുന്നതിനായി ജാതി സമ്പ്രദായങ്ങളെ അവഗണിച്ച് ഗ്രാമങ്ങൾ തോറും അലഞ്ഞ് യാചകവൃത്തിയിലൂടെ ജീവിതം കഴിച്ചുകൂട്ടി. കാശിയിൽ അദ്ദേഹം തങ്കത്തിൽ നിർമ്മിച്ച ശിവലിംഗമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ജനങ്ങളിൽ പലർക്കും ഉൾക്കൊള്ളാനായില്ല. അദ്ദേഹം നടത്തിയ അത്ഭുതങ്ങൾ പലതും ജനങ്ങൾ ഭ്രാന്തിന്റെ അവസ്ഥയായാണ് കണക്കാക്കിയത്. ഭൂമിയിൽ ഈ ജീവിക്കുന്ന ജീവിതമല്ല ശരിയായ ജീവിതം എന്നും പരബ്രഹ്മത്തിലുള്ള ജ്ഞാനം മനുഷ്യനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നും തെളിയിക്കാൻ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ തന്റെ ദിവ്യശക്തിയാൽ വേനൽക്കാലത്ത് മഴ പെയ്ച്ചും ഗജേന്ദ്രമോക്ഷം എന്ന സ്ഥലത്തെ പൂട്ടിക്കിടന്നിരുന്ന കാളികോവിൽ തുറന്നും കാണിച്ചു കൊടുത്തു. കോവിൽ തുറന്നപ്പോൾ കാളി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കരുവൂരാർ മധു വേണമെന്ന് ഉത്തരം കൊടുത്തു. ദേവി മധു നിറച്ച കുംഭം കൊടുത്ത് ഇനി എന്ത് വേണമെന്ന് അന്വേഷിച്ചു. ഉടനെ കരുവൂരാർ മീൻ വേണമെന്ന് പറഞ്ഞു. ദേവിയുടെ പടയാളികൾ എവിടെ അന്വേഷിച്ചും മീൻ കിട്ടാതെ വന്നപ്പോൾ കരുവൂരാർ അടുത്തു നിന്നിരുന്ന വന്യമരത്തിലേക്ക് നോക്കിയതും മരത്തിൽ നിന്നും മീൻമഴ പൊഴിഞ്ഞതായി കഥയുണ്ട്. കാശി, കാഞ്ചി, കാളഹസ്തി, രാമേശ്വരം, തിരുവിടമരുതൂർ, കന്യാകുമാരി, ശുചീന്ദ്രം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശിവഭഗവാനെ സന്ദർശിച്ച് അദ്ദേഹം പതികങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു നാൾ അദ്ദേഹം ഒരു വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് ഭഗവാനെ കൂവി വിളിച്ചു. സിദ്ധരുടെ വിളി കേട്ട് പെരുമാൾ പുറത്തേക്ക് വന്നില്ല. പെരുമാളില്ലാത്ത ഈ കോവിലിൽ പൂജകൾ നടക്കാതെ പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് സിദ്ധർ അവിടെ നിന്നും നടന്നകന്നു. വേറൊരു പ്രാവശ്യം കരുവൂരാർ സിദ്ധർ തിരുനെൽവേലി നെല്ലയപ്പർ കോവിലിലേക്ക് ചെന്നപ്പോൾ അവിടെ നിവേദ്യ സമയം. കരുവൂരാർ കോവിലിന് പുറത്തു നിന്ന് നെല്ലയപ്പ നെല്ലയപ്പ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. പക്ഷേ ശിവഭഗവാൻ മിണ്ടിയില്ല. ഉടനെ സിദ്ധർ നെല്ലയപ്പ നീ ഇല്ലയപ്പ എന്ന് ചോദിച്ചുകൊണ്ട് ശിവഭഗവാനില്ലാത്ത ഈ കോവിൽ പുല്ലും പുതറും കൊണ്ട് നിറയട്ടെ എന്ന് ശപിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി. സിദ്ധരുടെ കോപം ശിവഭഗവാനെ പോലും നടുക്കി. അടുത്ത ക്ഷണം പുല്ലും കളകളും കോവിൽ കാണാത്ത വിധം നിറഞ്ഞു നിന്നു. ഇതേപ്പറ്റി തിരുനെൽവേലി നെല്ലയപ്പർ ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശമുണ്ട്.
സത്യമായ ഭക്തിക്ക് മുന്നിൽ തലകുനിച്ച് തന്റെ ഭക്തന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവനാണല്ലോ ശിവഭഗവാൻ. കരുവൂരാർ നടന്ന് മാനൂരെത്തുമ്പോഴേക്കും നെല്ലയപ്പനും ഗാന്ധിമതിയമ്മനും ശിവഭക്തരുടെ രൂപത്തിൽ വന്ന് സിദ്ധരുടെ വഴി തടഞ്ഞ്, കരുവൂര, ഇത്രയും കോപം എന്തിന്? നീ എന്നെ കാണാൻ വന്ന സമയം നിവേദ്യ സമയം, അതിനാൽ എനിക്ക് മറുപടി തരാൻ പറ്റിയില്ല. പോയത് പോകട്ടെ, ശരി, തിരുനെൽവേലിയിലേക്ക് വാ എന്ന് സമാധാനപ്പെടുത്തി കരുവൂരാർ എടുത്തുവെച്ച ഓരോ കാലടിക്കും ഒരു പൊൻപണം വീതം കൊടുത്ത് തിരുനെൽവേലിയിലേക്ക് ആനയിച്ചു എന്നാണ് കഥ. കോപം മാറിയ സിദ്ധർ ഭഗവാനും ദേവിയും മാനൂരിൽ ദർശനം തന്നാൽ ശാപവിമോചനം തരാം എന്ന് പറഞ്ഞപ്പോൾ ഇരുവരും സിദ്ധർക്ക് ജ്യോതിരൂപത്തിൽ മാനൂരിൽ ദർശനം കൊടുത്ത് ശാപം മാറ്റിയെന്നാണ് പറയുന്നത്. ഈ സംഭവങ്ങൾ നടന്നതിനാലോ എന്തോ പിന്നീടൊരിക്കൽ കരുവൂരാർ തിരുവിടമരുതൂരിലെത്തി അവിടെയുള്ള നാറുമ്പൂനാഥർ ക്ഷേത്രത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചപ്പോൾ താമരഭരണിയാറ്റിൽ പെരുംവെള്ളം. നദിക്കരയിലിരുന്ന് നാറുമ്പൂനാഥ എന്ന് സിദ്ധർ വിളിച്ചതും ഭഗവാൻ വിളികേട്ട് തന്നെ പ്രാർത്ഥിച്ച് നദി കടക്കാൻ ഉപദേശിച്ചു. അപ്രകാരം താമരഭരണിയാറ് വഴിമാറിക്കൊടുത്തതും കരുവൂരാർ നാറുമ്പൂനാഥർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ സ്തുതിച്ച് പതികം പാടി. ഭക്തന്റെ പതികത്തിനായി ചെവി ചായ്ച്ചിരിക്കുന്ന ശിവഭഗവാനാണ് നാറുമ്പൂനാഥ സ്വാമി. തഞ്ചൈ പെരിയ കോവിൽ നിർമ്മിച്ച മന്നൻ രാജരാജ ചോഴൻ ഒന്നാമൻ ക്ഷേത്രത്തിൽ വലിയൊരു ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന നേരത്ത് അഷ്ടബന്ധന മരുന്ന് ഇറുകാതെ ശിവലിംഗം ആടിക്കളിച്ചുകൊണ്ടിരുന്നു. രാജാവും ശിവാചാര്യന്മാരും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായി. ജ്ഞാനദൃഷ്ടിയാൽ ഇത് മനസ്സിലാക്കിയ ബോഗർ സിദ്ധർ കരുവൂരാരെ വരുത്താനുള്ള എഴുത്ത് താളിയോലയിൽ എഴുതി കാക്കയുടെ കാലിൽ കെട്ടി പൊതികമലയിലേക്ക് അയച്ചു. അഗസ്ത്യരുടെ കൂടെ പൊതികമലയിൽ വസിച്ചിരുന്ന കരുവൂരാർ തൽക്ഷണം തഞ്ചെ ബൃഹദീശ്വരർ കോവിലെത്തി. ശിവലിംഗത്തിൽ അഷ്ടബന്ധനം ചെയ്യാൻ വിടാതെ തടുത്തുകൊണ്ട് ഒരു ബ്രഹ്മരക്ഷസ് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം മന്ത്രത്താൽ ഉച്ചാടനം ചെയ്ത് കാറിത്തുപ്പി. തുപ്പലേറ്റ ബ്രഹ്മരക്ഷസ് തൽക്ഷണം എരിഞ്ഞു തീർന്നു. പിന്നീട് തന്റെ കൈയാൽ അഷ്ടബന്ധന മരുന്ന് തയ്യാറാക്കി ശിവലിംഗത്തെ ഇറുക്കി. ഭഗവാന്റെ 5 മുഖങ്ങളെ അണ്ടരണ്ട മന്ത്രങ്ങൾ ഉപയോഗിച്ച് അഷ്ടബന്ധനം പൂർത്തിയാക്കി. ഈ മന്ത്രം ശിവലിംഗത്തെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഈ സംഭവത്തെപ്പറ്റി കൊങ്കണർ വാതകാവ്യത്തിൽ പരാമർശമുണ്ട്. തീവ്ര ശിവഭക്തനായ ഒരു ചോഴ രാജാവായിരുന്നു ഹിരണ്യവർമ്മൻ. അദ്ദേഹത്തിന് ഒരിക്കൽ സ്വപ്നത്തിൽ നടരാജ ദർശനം ലഭിച്ചു. താൻ സ്വപ്നത്തിൽ കണ്ട നടരാജരുടെ ശില പത്തരമാറ്റ് തങ്കത്തിൽ നിർമ്മിക്കണമെന്നാലോചിച്ച് അദ്ദേഹം പ്രഗത്ഭരായ ശില്പികളെ വരുത്തി താൻ കണ്ട ശിലയുടെ രൂപരേഖ വർണ്ണിച്ചു കൊടുത്ത് 48 നാൾ സമയവും കൊടുത്ത് ശില നിർമ്മിക്കാനായി പത്തരമാറ്റ് തങ്കവും ഖജനാവിൽ നിന്നും വരുത്തിക്കൊടുത്തു. ശില്പികളും സന്തോഷത്തോടെ ജോലി ഏറ്റെടുത്തു. പക്ഷേ ഓരോ ദിവസവും ഓരോ തടസ്സങ്ങൾ കാരണം അവർക്ക് ശില ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേർന്നു. അങ്ങനെ 47-ാം ദിവസമെത്തി. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ശില തയ്യാറായില്ലെങ്കിൽ എല്ലാവരെയും കഴുമരത്തിലേറ്റും എന്ന് രാജാവ് ഉത്തരവിട്ടു. ശില്പികൾ കണ്ണീരും കൈയുമായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ആ സമയം കരുവൂരാർ സിദ്ധർ അവിടെ എത്തി മനസ്സ് വിഷമിച്ചുകൊണ്ടിരുന്ന ശില്പികളോട് കാര്യമന്വേഷിച്ചു. പ്രശ്നം കേട്ടപ്പോൾ ഞാൻ ശില വാർത്തുതരാം, നിങ്ങൾ കുറച്ചുനേരം പുറത്തിരിക്കുക എന്ന് പറഞ്ഞു. ശില്പികളും അതനുസരിച്ചു. കരുവൂരാർ അകത്ത് കയറി വാതിലടച്ചു. കരുവൂരാർ പൊന്നുരുക്കി അതിൽ ഒരു തുള്ളി സിന്ദൂരം കലർത്തി. പിന്നീട് തന്റെ യോഗശക്തിയാൽ പൊന്ന് അച്ചിലൊഴിച്ച് മനോഹരമായ നടരാജ വിഗ്രഹം വാർത്തെടുത്തു. ഇത് കണ്ട ശില്പികളും വിവരമറിഞ്ഞ് ഓടിവന്ന മന്നനും താൻ സ്വപ്നത്തിൽ ദർശിച്ച നടരാജ വിഗ്രഹം ഒരു തുളി വ്യത്യാസമില്ലാതെ മുന്നിൽ കണ്ട് ആശ്ചര്യപ്പെട്ടു. പക്ഷേ രാജാവിന്റെ കൂടെയുള്ള ഉപദേഷ്ടാക്കളിൽ ഒരാൾ ഈ വിഗ്രഹം പത്തരമാറ്റ് തങ്കം തന്നെയോ അതോ ചെമ്പ് കലർത്തിയിരിക്കുമോ എന്ന് രാജാവിനോട് സംശയം പ്രകടിപ്പിച്ചു. അന്നേരം രാജാവ് താഴെ ചിതറിക്കിടന്നിരുന്ന തങ്കത്തിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് പരിശോധിപ്പിച്ചപ്പോൾ വിഗ്രഹത്തിൽ ചെമ്പ് കലർന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞു. അതോടെ രാജാവ് ശില്പികളുടെ നേരെ കോപം കൊണ്ട് ഗർജിച്ചു. ഒരല്പമെങ്കിലും ചെമ്പ് ചേർക്കാതെ തങ്ക നടരാജ വിഗ്രഹം നിർമ്മിക്കാൻ പറ്റില്ലെന്ന സത്യം ശില്പികൾക്കറിയാം. പക്ഷേ ഈ രാജാവിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അതിനാൽ ഈ ശില്പം ചെയ്തത് തങ്ങളല്ല, കരുവൂരാർ സിദ്ധരാണ് എന്ന് പറഞ്ഞ് ശില്പികൾ കൈമലർത്തി. അതോടെ കരുവൂരാരെ പിടിച്ചുകൊണ്ടുവരാൻ മന്നൻ ഉത്തരവിട്ടു. കരുവൂരാർ തടവറയിൽ അടയ്ക്കപ്പെട്ടു. വിവരമറിഞ്ഞ് തിരുമൂലർ സിദ്ധർ അവിടെ എത്തി. രാജാവിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: കരുവൂരാർ മഹാസിദ്ധർ, മന്ന, നിനക്ക് തങ്കത്തിലുള്ള ആശ തീരാതെ ജ്ഞാനം കൈവരില്ല. നീ കൊടുത്ത തങ്കത്തിന് പകരമായി വെള്ളി കൊണ്ടുവന്ന് ഉരുക്ക്, നിന്റെ തങ്കം ഞാൻ പകരം തരാം. രാജാവ് അപ്രകാരം വെള്ളി കൊണ്ടുവന്ന് സഭയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉരുക്കിയപ്പോൾ തിരുമൂലർ ഒരു മന്ത്രം ജപിച്ച് അതിൽ ഒരു തുള്ളി സിന്ദൂരം ചേർത്തിയതും വെള്ളി പത്തരമാറ്റ് തങ്കമായി മാറി. ഇത് കണ്ട് രാജാവടക്കം എല്ലാവരും ആശ്ചര്യപ്പെട്ടപ്പോൾ തിരുമൂലർ വീണ്ടും പറഞ്ഞു: മന്ന, നിങ്ങൾ മായയിൽ നിന്ന് പുറത്തു വരിക. സുഖഭോഗങ്ങൾക്ക് ഒരിക്കലും യോഗികളെ വശീകരിക്കാനാവില്ല. അതിനാലാണ് യോഗികൾക്ക് സമ്പത്ത് വശപ്പെടുന്നത്. രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി കരുവൂരാരെ വെറുതെ വിട്ടു എന്നാണ് കഥ. ഈ കഥ വേറൊരു തരത്തിലും പ്രചരിക്കുന്നുണ്ട്. കരുവൂരാരെ തടവിലാക്കിയതറിഞ്ഞ് ബോഗർ സിദ്ധർ ഒരു ചാക്ക് പൊന്നുമായി എത്തി, മന്ന, തങ്കവിഗ്രഹം നിർമ്മിക്കാൻ ചെമ്പ് ചേർക്കണം എന്ന അടിസ്ഥാന വിവരം പോലും വശമില്ലാത്ത നിങ്ങൾ ഈ പൊന്ന് എടുത്തുകൊള്ളൂ, പകരം ഈ നടരാജ വിഗ്രഹം ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞത്രേ. പിന്നീട് രാജാവ് ബോഗർ സിദ്ധരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ച് കരുവൂരാരെ വിടാൻ ഉത്തരവിട്ടു. പക്ഷേ രാജഭടന്മാർ ചെന്ന് നോക്കുമ്പോൾ തടവറയിൽ കരുവൂരാരില്ല. കരുവൂരാർ അവിടെ ഇരുന്ന് അഷ്ടസിദ്ധികളിലൊന്നായ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന വിദ്യ പരീക്ഷിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബോഗർ കരുവൂര വെളിയിൽ വാ എന്ന് പറഞ്ഞതും കരുവൂരാർ ഗുരുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ജനങ്ങളും രാജാവും വീണ്ടും ആശ്ചര്യപ്പെട്ടു.
ഒരു നാൾ കരുവൂരാർ ശ്രീരംഗം ക്ഷേത്രത്തിലെത്തി ശ്രീരംഗനാഥരെ ദർശിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തേജസ്സും സൗന്ദര്യവും കണ്ട ഒരു ദേവദാസി അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപരഞ്ചി എന്ന ആ ദേവദാസി കടുത്ത ഈശ്വരഭക്ത. അവളുടെ വീട്ടിലെത്തിയ കരുവൂരാരും അവളും ഒരു രാത്രി മുഴുവൻ ആത്മീയ കാര്യങ്ങളെപ്പറ്റി വാദോരാതെ സംസാരിച്ചു. ജ്ഞാനം നേടാനുള്ള അവളുടെ ആഗ്രഹം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഒരാളുടെ കർമ്മത്തെ വെച്ച് അവരെ അളക്കുക അസാധ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിരിയാൻ നേരം ശ്രീരംഗനാഥരുടെ കഴുത്തിൽ കിടന്ന രത്നമാല വരുത്തി അപരഞ്ചിക്ക് സമ്മാനിച്ച് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. പിറ്റേന്ന് ക്ഷേത്രത്തിലെ ശ്രീരംഗനാഥ വിഗ്രഹത്തിന്റെ രത്നമാല കളവ് പോയതായി കണ്ടെത്തി ക്ഷേത്ര അധികാരികൾ നാട് മുഴുവൻ തിരച്ചിലാരംഭിച്ചു. ഇതറിയാതെ എന്നത്തെയും പോലെ ശ്രീരംഗനാഥരെ ദർശിക്കാൻ അപരഞ്ചി ക്ഷേത്രത്തിലെത്തിയതും അവളുടെ കഴുത്തിലെ രത്നമാല കണ്ട് ക്ഷേത്ര അധികാരികൾ അവളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കരുവൂരാർ സിദ്ധർ സമ്മാനിച്ചതാണെന്ന് അവൾ പറഞ്ഞു. കരുവൂരാരെ പോലെയുള്ള മഹാനായ സിദ്ധർ അപരഞ്ചിക്ക് രത്നമാല നൽകിയെന്നത് അധികാരികൾക്ക് വിശ്വാസയോഗ്യമായില്ല. എന്നിരുന്നാലും കരുവൂരാരെ വരുത്തി ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലായി അധികാരികൾ. കരുവൂരാരെത്തി ശ്രീരംഗനാഥർ അപരഞ്ചിക്ക് കൊടുക്കാൻ രത്നമാല തന്നെ ഏൽപ്പിച്ചതാണ് താൻ അപരഞ്ചിക്ക് നൽകിയതെന്ന് മൊഴി നൽകി. അത് തെളിയിക്കണം എന്നായി അധികാരികൾ. എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ കരുവൂരാർ ശ്രീരംഗനാഥ സ്വാമിയെ വിളിച്ച് നിജസ്ഥിതി വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. താൻ തന്റെ ഭക്തയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചതാണ് ആ രത്നമാല എന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്നും അശരീരി കേട്ട ക്ഷേത്ര അധികാരികൾ കരുവൂരാരോട് മാപ്പ് ചോദിച്ചു. സമ്പത്തിന് മേൽ പ്രിയമില്ലാത്ത അപരഞ്ചി രത്നമാല ശ്രീരംഗനാഥർക്ക് തന്നെ സമർപ്പിച്ചു എന്നാണ് കഥ. തഞ്ചൈ പെരിയ കോവിൽ നിർമ്മിച്ച രാജരാജ ചോഴനോട് കുംഭാഭിഷേക സമയത്ത് സിദ്ധവിധി പ്രകാരം അഷ്ടമന്ത്രം നടത്തിയ ബൃഹദീശ്വരർക്ക് തമിഴ് ആഗമവിധി പ്രകാരം തന്നെ കുംഭാഭിഷേകം നടത്തണമെന്ന് കരുവൂരാർ നിർദ്ദേശിച്ചതായും രാജാവും ശിവാചാര്യന്മാരും അത് സമ്മതിക്കാതെ സംസ്കൃത വിധി പ്രകാരം കുംഭാഭിഷേകം നടത്തിയെന്നുമാണ് ചരിത്രം. ഇതിൽ കുപിതനായ കരുവൂരാർ സിദ്ധർ തഞ്ചൈ പെരിയ കോവിലിന്റെ മുൻവാതിലിലൂടെ പ്രവേശിക്കുന്ന രാജാക്കന്മാരോ രാഷ്ട്രീയക്കാരോ മരണപ്പെടുകയോ പദവി നഷ്ടപ്പെടുകയോ ചെയ്യും എന്ന് ശപിച്ചു എന്നാണ് ഐതിഹ്യം. പിന്നീട് മാമന്നൻ രാജരാജ ചോഴൻ തഞ്ചൈ ബൃഹദീശ്വരർ കോവിലിന് മുകളിൽ നിന്ന് താഴേക്ക് കുതിച്ച് ആത്മഹത്യ ചെയ്തെന്നും അതല്ല ഒരു ശ്രീലങ്കൻ യുവതിയാലാണ് കൊല്ലപ്പെട്ടതെന്നും അത് രണ്ടുമല്ല രാജരാജ ചോഴൻ വാർദ്ധക്യത്തിൽ സാധാരണ മൃതി പൂകിയെന്നും പറയപ്പെടുന്നു. ഇതിലേതാണ് സത്യമെന്നത് ഇന്നും പുറത്തുവരാത്ത കാര്യങ്ങളാണ്. കഥ എന്തുതന്നെയായാലും രാഷ്ട്രീയക്കാർ ആ വാതിലിലൂടെ പ്രവേശിക്കാൻ മടി കാണിക്കുന്നു എന്നതൊരു സത്യം തന്നെയാണ്. തഞ്ചൈ പെരിയ കോവിലിൽ കരുവൂരാർ സിദ്ധർക്ക് സന്നിധിയുണ്ട്. കരുവൂരാർ സിദ്ധരുടെ പ്രശസ്തി അനുദിനം ഏറിക്കൊണ്ടിരുന്നു. എന്നാൽ അതോടൊപ്പം അസൂയക്കാരുടെയും പകയുള്ളവരുടെയും എണ്ണവും കൂടി. കരുവൂരാർ വാമമാർഗത്തിൽ മദ്യവും മാംസവും വെച്ച് ശിവപൂജ ചെയ്യുന്നു എന്ന് രാജാവിനോട് കുറ്റച്ചാർത്ത് നൽകിക്കൊണ്ടിരുന്നു ചിലർ. പക്ഷേ അതൊന്നും രാജാവ് ചെവിക്കൊണ്ടില്ല. മദ്യവും മാംസവും കരുവൂരാരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച ശേഷം രാജാവിനോട് തിരച്ചിൽ നടത്താൻ അവർ അഭ്യർത്ഥിച്ചു. രാജഭടന്മാർ തിരച്ചിൽ നടത്തിയപ്പോൾ പൂജാ സാധനങ്ങൾ മാത്രമാണ് ലഭിച്ചത്. പകരം ഈ കളത്തരം ചെയ്തവരുടെ വീട്ടിൽ നിന്ന് മദ്യവും മാംസവും ലഭിക്കുകയുണ്ടായി. ഒരു നാൾ ചില വേദബ്രാഹ്മണർ കരുവൂരാർ നീരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആയുധങ്ങളുമായി അദ്ദേഹത്തെ വധിക്കാനെത്തി. കരുവൂരാർ കരൂർ പശുപതീശ്വര ക്ഷേത്രത്തിന്റെ കരുവറയിലേക്ക് ചെന്ന് ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ഐക്യമായി. അദ്ദേഹത്തിന്റെ ജീവസമാധി കരൂർ പശുപതീശ്വര ക്ഷേത്രത്തിലുണ്ട്. കാളഹസ്തിയിലും അദ്ദേഹം സമാധി അടഞ്ഞതായി കുറിപ്പുണ്ട്. അഭിധാന ചിന്താമണി എന്ന പുസ്തകത്തിൽ ഇതേപ്പറ്റി പരാമർശമുള്ളതായി പറയപ്പെടുന്നു. കരുവൂരാർ സിദ്ധർ 300 വർഷം 42 നാൾ ജീവിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. ശനീശ്വരന്റെ പീഡയിൽ നിന്ന് മോചനം വേണ്ടവർ കരുവൂരാർ സിദ്ധരെ പ്രാർത്ഥിച്ചാൽ ശനിദോഷം മാറും എന്നും വിശ്വാസമുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.